ഹായ്, എല്ലാവർക്കും സുഖല്ലേ? വീഡിയോ കാണുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കുട്ടികളുടെ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. ഇപ്പോൾ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മളും എല്ലാ കാര്യങ്ങൾക്കും മൊബൈലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരോട് തടസ്സം പറയാൻ പറ്റില്ല. നമ്മളെ കണ്ടാണല്ലോ നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പോൾ കുട്ടികളുടെ ശാരീരിക വളർച്ചേനും മാത്രമല്ല സ്വഭാവ രൂപീകരണത്തിനും ഈ മൊബൈൽ അഡിക്ഷൻ ബാധിക്കുന്നുണ്ട്. അതിന് കൂടുതലും പ്രശ്നം റീൽസ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ റീൽസും ഷോർട്സൊക്കെ കാണുമ്പോൾ അതിൽ കാണുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കും. ചില ചാനലുകളുണ്ട്, അവരിങ്ങനെ കുട്ടികളെ ഫോക്കസ് ചെയ്ത് മാത്രം ഉയർന്നു വന്നിട്ടുള്ളവരാണ്. കാരണം അവർക്ക് ഉറപ്പാണ് അവരെന്ത് വീഡിയോ ഇട്ടാലും കാണാനുള്ളത് കുട്ടികളാണ്. അതുകൊണ്ട് കുട്ടികൾ കണ്ടിരിക്കുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ട്രോളി മേടിക്കാൻ പോകുന്ന സമയത്ത് ഒരു ട്രോളിക്ക് പകരം 1, 2, 3 ചോയ്സ് കൊടുത്തിട്ട് അത് പർച്ചേസ് ചെയ്ത് വന്നിട്ട് ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്യുമെന്ന് പറയും. ഇതേപോലെ തന്നെയാണ് ഇപ്പോഴും കണ്ടുവരുന്നത്. ഇപ്പം ടോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. കുട്ടികൾക്കായിട്ട് വരുന്ന ടോയ്സ്, ഇപ്പം പല പല വസ്തുക്കൾ, ഇതെല്ലാം കുട്ടികളുടെ മുൻപിൽ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കാം. വളരെ കുറച്ച് മാത്രമേ വില കുറവുള്ള പ്രൊഡക്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണുന്ന ഒരു ശരാശരി വീട്ടിലത്തെ കുട്ടി ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും, അമ്മ എനിക്കിത് മേടിച്ചു തരുമോ, അച്ഛാ ഇതെനിക്ക് മേടിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നല്ല പൈസയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മേടിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഒരു സാധാരണ വീട്ടിലെ കുട്ടി എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള വരുമാനം വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ആ ടൈമിൽ കുഴങ്ങിപ്പോണത് വീട്ടുകാരാ, അച്ഛനമ്മമാരാ. ഈ ഫോണിൽ കാണുന്നതൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മേടിച്ചു കൊടുക്കുക, നമ്മുടെ അതിനുള്ള പൈസ ഇല്ലല്ലോ എന്ന് അച്ഛനമ്മമാർ തമ്മിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവർ ഈ ആഘോഷങ്ങൾ നടത്തുമ്പം ഇവർ മറ്റുള്ളവരെ കാണിച്ച് അതുപോലെ കൂടുതൽ ആൾക്കാർ കണ്ട് ഏണിങ്സ് നേടുക, ഇത് മാത്രമായിരിക്കും. അപ്പോൾ ഒരു പിറന്നാൾ ആഘോഷമൊക്കെ നടത്തുമ്പോൾ വളരെ ഗ്രാൻഡായിട്ട് വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ നടത്തി വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ സാധാരണ വീട്ടിലെ കുട്ടി, ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു സാധാരണ വീട്ടിലെ കുട്ടി ചിന്തിക്കുക എന്തായിരിക്കും, അവർക്കൊക്കെ വലിയ വലിയ ഗിഫ്റ്റ് കൊടുത്തല്ലോ, വലിയ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷൻ നടത്തിയല്ലോ, എന്താ എൻ്റെ പിറന്നാൾ അങ്ങനെ നടത്താത്തത് എന്ന് ഓർത്തിട്ട് ആ കുട്ടി വിഷമിക്കുള്ളൂ അവിടെ. ഇതേപോലെ തന്നെ മറ്റ് റീൽസ് ഇടുന്ന വേറെ ആൾക്കാരുണ്ട്, തിരിച്ച് തറുതല പറയുന്ന പോലത്തെ ഡയലോഗുകൾ പഠിപ്പിക്കും. അപ്പം ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് കാണുന്നൊരു കുട്ടി ഞാൻ കാണുന്ന വീഡിയോയിൽ കുട്ടി അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഒരു കുട്ടി അമ്മാമ്മയും തമ്മിലുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ അമ്മാമ്മ ഒരു ഫ്രൂട്ട് കൊടുത്തു, ആ കുട്ടി അത് കഴിച്ചു. അപ്പം കുട്ടി പറയുന്ന അമ്മാമ്മോട്, അമ്മാമ്മ ഇതിന് പുളിയാണല്ലോ. അപ്പം അമ്മാമ്മ പറഞ്ഞു, ഇല്ല മോനെ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ അത് പഴുക്കുള്ളൂ, അതുകൊണ്ട് ഇപ്പം എത്ര പുളിയെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ബാക്കി ഞാൻ എൻ്റെ വയറിൻ്റെ ഉള്ളിട്ട് പഴുപ്പിക്കാനാണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം. ഇത്തരം ഒരു വീഡിയോ കാണുന്ന കുട്ടി ചിന്തിക്കുക, ഞാൻ കാണുന്ന വീഡിയോയിൽ കുട്ടി തിരിച്ചിങ്ങനെയാണല്ലോ ചോദിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ അച്ഛനോട് അമ്മോട് ചോദിക്കാമല്ലോ എനിക്ക് അങ്ങനെ എന്ന് വരും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നവരും അതേപോലെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരും ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളർന്നു വരുന്ന തലമുറകളുടെ സ്വഭാവത്തിനെ എഫക്റ്റ് ചെയ്യരുത് നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോസ്. നിങ്ങൾക്ക് മക്കളുണ്ടാവാം, അപ്പം മറ്റുള്ള കുട്ടികളെ വെച്ച് കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം. അതായത് ഞങ്ങളുടെ പോലെയുള്ള ചെയ്യാനുള്ള കഴിവ് കാണുന്ന കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത് ഈ വീഡിയോ ഇടുന്നവരും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൊഡക്റ്റ് ഇടുന്നവരാണെങ്കിലും എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും മേടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. അത് പണ്ട് പറയും, കിരീടം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടി ഒരുപോലെയാണ്. അതുപോലെയാണ് അവർ ആഗ്രഹിച്ച കാര്യം നേടാതെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ അച്ഛനമ്മമാരോട് ദേഷ്യമായിട്ട് മാറാം. എന്ത് പറഞ്ഞാലും അച്ഛനമ്മയ്ക്ക് മേടിച്ചു തരാൻ കാശില്ല, ഫോണിലൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കണം കണ്ടല്ലോ എന്നായിരിക്കും കുട്ടികൾ ചോദിക്കുക. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുട്ടികളുടെ സ്വഭാവത്തിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ കുട്ടികളെ ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടുന്നവർ എൻ്റർടൈൻഡ് അവിടെ ചെയ്യുക. അതല്ലാതെ കുട്ടികൾക്ക് വാശി കൂടുന്ന തരത്തിലുള്ള വീഡിയോസോ അവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള വീഡിയോസോ അപ്ലോഡ് ചെയ്യാതെ
അവർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ് തോന്നുന്ന പോലത്തെ വീഡിയോസൊക്കെ ഇടുക. അതാകുമ്പോൾ എത്രയും നല്ലത്, ആർക്കും ദോഷങ്ങളില്ല. അപ്പോൾ വരുമാനത്തിൻ്റെ ഒപ്പം ഒരു തലമുറ കൂടെ വളർന്നു വരുന്നുള്ളത് കൂടെ ചിന്തിച്ചതിന് ശേഷം മാത്രം എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യുക.